നമുക്കിനി ഉത്തരായനവും ദക്ഷിണായനവും ഒന്ന് നോക്കാം. എന്താണ് ഉത്തരായനവും ദക്ഷിണായനവും? ശൈത്യായനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള അയനം ആരംഭിക്കുകയും ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുകയും ചെയ്യുന്നു. ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് ഉത്തരായനം എന്ന് വിളിക്കുന്നത്. എന്താണ്? ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ എന്താണ് ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള അയനം ആരംഭിക്കുകയും ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുകയും ചെയ്യുന്നു. ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് നമ്മൾ ഉത്തരായനം എന്ന് വിളിക്കുന്നത്. ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. എന്താണ്? ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുകയും ചെയ്യുന്നു. ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് ദക്ഷിണായനമെന്ന് വിളിക്കുന്നത്. ഒന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കൃത്യമായിട്ട് ക്ലിയർ ആയിക്കോളും. ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള അയനം ആരംഭിക്കുകയും ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുകയും ചെയ്യുന്നു. ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് ഉത്തരായനമെന്ന് വിളിക്കുന്നത്. ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം എന്താണ്? ക്രമേണ കൂടി വരുന്നു. ഗ്രീഷ്മ അയനാന്തത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുകയും ചെയ്യുന്നു. ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണെന്ത്? ദക്ഷിണായനമെന്ന് വിളിക്കുന്നത്. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 മാസം എന്താണ്? തുടർച്ചയായിട്ട് പകലായിരിക്കും. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായതുകൊണ്ട് ഈ കാലയളവിൽ എന്താണ്? ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 മാസം തുടർച്ചയായിട്ട് എന്തായിരിക്കും? പകലായിരിക്കും. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം എന്താണ്? തുടർച്ചയായിട്ട് രാത്രിയായിരിക്കും. അപ്പോൾ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായതുകൊണ്ട് ഈ കാലയളവിൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ എന്താണ്? 6 മാസക്കാലം തുടർച്ചയായിട്ട് പകലായിരിക്കും. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ ഈ 6 മാസക്കാലം എന്തായിരിക്കും? തുടർച്ചയായിട്ട് രാത്രിയായിരിക്കും. ഒരു പ്രദേശത്തെ സൂര്യൻ്റെ ഉച്ചസ്ഥാനം, സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ആദ്യകാലങ്ങളിൽ സമയം നിർണ്ണയിച്ചിരുന്നത്. തലയ്ക്ക് മുകളിലായിട്ട് സൂര്യൻ എത്തുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണെന്നാണ് കണക്കാക്കുന്നത്. ഓരോ സ്ഥലത്തും ഇപ്രകാരം സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയം അല്ലെങ്കിൽ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഒരു നിസ്സാര കാര്യം, അതിപ്പോഴും എന്താണ് പഴയ അമ്മമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ അവർ പുറത്തേക്ക് നോക്കിയിട്ടായിരുന്നു സമയം എത്രയായി, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് 3 മണിയായി കാണും, വൈകുന്നേരം സന്ധ്യയായി കാണുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് സൂര്യൻ എന്താണ്? സൂര്യൻ്റെ ഉച്ചസ്ഥാനവും സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിൽ സമയം നിർണ്ണയിക്കുന്നതിന് ഈ ഒരു രീതിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. തലയ്ക്ക് മുകളിലായിട്ട് സൂര്യൻ എത്തുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണെന്നാണ് കണക്കാക്കുന്നത്. ഓരോ സ്ഥലത്തും ഇപ്രകാരം സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയം അല്ലെങ്കിൽ ലോക്കൽ ടൈം എന്ന് പറയുന്നത്.
ഇങ്ങനെ പഴയ കാലത്ത് സമയം നിർണ്ണയിച്ചിരുന്ന രീതിയിൽ നിന്നൊക്കെ മാറി പിന്നീട് കൂടുതൽ ശാസ്ത്രീയവും കൃത്യവുമായി ഈ സമയനിർണ്ണയം എന്ന് പറയുന്നത്. പരിക്രമണത്തോടൊപ്പം ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കിക്കൊണ്ട് ഭ്രമണം ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഭ്രമണഫലമായാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. അപ്പോൾ ഭ്രമണവുമായിട്ട് ബന്ധപ്പെട്ട ചില വസ്തുതകൾ നോക്കുകയാണെങ്കിൽ ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറു നിന്നും കിഴക്കോട്ടാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂറാണ് എടുക്കുന്നത്. ഭ്രമണം പടിഞ്ഞാറു നിന്നും കിഴക്കോട്ടായതിനാലാണ് സൂര്യോദയം കിഴക്ക് നിന്നായിട്ട് നമുക്ക് ദൃശ്യമാകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? പരിക്രമണത്തോടൊപ്പം ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കിക്കൊണ്ട് ഭ്രമണം ചെയ്യുന്നുണ്ട്. ഈ ഭ്രമണഫലമായിട്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭ്രമണവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ നോക്കുകയാണെങ്കിൽ ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കാനായിട്ട് 24 മണിക്കൂറാണ് എടുക്കുന്നത്. ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതുകൊണ്ടാണ് സൂര്യോദയം കിഴക്ക് നിന്നായിട്ടുള്ളത്. ഭൂമിയുടെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണല്ലോ. ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം വീതം വരയ്ക്കുകയാണെങ്കിൽ 360 രേഖാംശ രേഖകൾ ലഭിക്കും നമുക്ക്. 360 ഡിഗ്രി തിരിയാനായിട്ട് ഭൂമിക്ക് വേണ്ടത് എത്രയാണ്? 24 മണിക്കൂറാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 24 മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ 1440 മിനിറ്റാണ് വേണ്ടി വരുന്നത്. അതായത് 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എന്ന് പറയുന്നത് മിനിറ്റിലാണെങ്കിൽ 1440 മിനിറ്റാണ് വേണ്ടി വരുന്നത്. ഭൂമി കോണളവെന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അത് ഓരോ ഡിഗ്രി കോണളവിനെയും നമ്മൾ ഒരു രേഖാംശം വീതം വരച്ചാൽ 360 രേഖാംശ രേഖകൾ ലഭിക്കും. അപ്പോൾ 360 ഡിഗ്രി തിരിയാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് വേണ്ടത് 24 മണിക്കൂറാണെന്ന് നമുക്കറിയാം. ആ 24 മണിക്കൂറിനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ 24 × 60. അപ്പോൾ എത്രയാണ്? 1440. അങ്ങനെ 1440 മിനിറ്റാണ് 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം. ഒരു ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് വേണ്ട സമയം എത്രയാണെന്ന് നോക്കിയാൽ 1440/360, അതായത് 4 മിനിറ്റാണ് ഒരു ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാനായിട്ട് ഭൂമിക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ 1 മണിക്കൂർ സമയവ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അതായത് 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ 1 മണിക്കൂർ സമയവ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. 15 × 4 മിനിറ്റ് എത്രയാ? 60 മിനിറ്റ്. ഈ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 അവറാണ്, 1 മണിക്കൂറാണ്. അപ്പോൾ ഭൂമിയുടെ കോണളവ് 360 ഡിഗ്രിയാണ്. ഇതിൽ ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശ വീതം വരയ്ക്കുകയാണെങ്കിൽ 360 രേഖാംശ രേഖകൾ ഉണ്ടാവും. അങ്ങനെ 360 ഡിഗ്രി തിരിയാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് വേണ്ടത് 24 മണിക്കൂറാണ്. 24 മണിക്കൂറിനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ 24 × 60 എത്രയാ? 1440 മിനിറ്റാണ്. അതായത് 360 ഡിഗ്രി തിരിയാൻ വേണ്ടിയിട്ട് 1440 മിനിറ്റാണ് വേണ്ടി വരുന്നത്. 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് വേണ്ട സമയം 1440 ÷ 360, അതായത് 4 മിനിറ്റാണ്. അപ്പോൾ 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ 1 മണിക്കൂർ സമയവ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതായത് 15 × 4 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 അവറാണ്. അതായത് 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ രേഖാപ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ രേഖാപ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറു നിന്നും കിഴക്കോട്ടായതിനാൽ സമയക്കൂടുതൽ രേഖപ്പെടുത്തുന്നതിന് കിഴക്കോട്ടും സമയക്കുറവ് രേഖപ്പെടുത്തുന്നത് പടിഞ്ഞാറോട്ടുമായിരിക്കും. അത് മനസ്സിലായോ? ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതിനാൽ സമയക്കൂടുതൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കിഴക്കോട്ടും സമയക്കുറവ് രേഖപ്പെടുത്തുന്നത് പടിഞ്ഞാറോട്ടുമായിരിക്കും. അത് ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു നിശ്ചിത രേഖാംശത്തിൽ നിന്നും കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശത്തിനും സമയം 4 മിനിറ്റ് കൂടിയും പടിഞ്ഞാറോട്ട് ഇത് 4 മിനിറ്റ് കുറഞ്ഞുമാണ് വരുന്നത്. ഇനി നമുക്ക് ഗ്രീനിച്ച് സമയവും സമയമേഖലയും ഒന്ന് നോക്കാം.
0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. എന്താണ്? 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുന്നതിനാലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് കിട്ടിയത്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെവിടെയുള്ള സമയവും എന്താണ് നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ രേഖയെ പ്രൈം മെറിഡിയൻ എന്നും വിളിക്കുന്നുണ്ട്. എന്താണ്? പ്രൈം മെറിഡിയൻ എന്നും വിളിക്കുന്നുണ്ട്. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നും പറയുന്നുണ്ട്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായിട്ടാണ് ലോകത്തെ തിരിച്ചിരിക്കുന്നത്. എന്താണ്? ഗ്രീനിച്ച് സമയം എന്താണ് എന്ന് നമുക്ക് നോക്കാം. 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് നൽകപ്പെട്ടത്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെവിടെയും സമയം നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൈം മെറിഡിയൻ എന്നും വിളിക്കുന്നുണ്ട്. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നും വിളിക്കുന്നുണ്ട്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായിട്ടാണ് ലോകത്തെ തിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് സമയം എന്താണെന്ന് നോക്കാം. ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് പല സ്ഥലങ്ങളിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കും. ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യങ്ങളുടെ കേന്ദ്ര ഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്ത് മുഴുവൻ ഒരു പൊതു സമയമായിട്ടാണ് സാധാരണ കണക്കാക്കുന്നത്. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളിൽ ഒന്നിലേറെ രേഖാംശ രേഖകളെ മാനക രേഖാംശമായിട്ട് പരിഗണിച്ച് ഒന്നിലധികം മാനക സമയങ്ങൾ നിർണ്ണയിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശമായിട്ടാണ് പരിഗണിക്കുന്നത്. മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഒന്നുകൂടി അതിനെ ഒന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് പലതരത്തിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കും. ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് രാജ്യങ്ങളുടെ കേന്ദ്ര ഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്തിൻ്റെ മുഴുവൻ ഒരു പൊതു സമയമായിട്ടാണ് സാധാരണ കണക്കാക്കുന്നത്. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളിൽ ഒന്നിലേറെ രേഖാംശങ്ങളെ മാനക രേഖാംശമായിട്ട് പരിഗണിച്ച് ഒന്നിലധികം മാനക സമയങ്ങളൊക്കെ നിർണ്ണയിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശമായിട്ട് പരിഗണിക്കുന്നു, സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് പരിഗണിക്കുന്നു. അതോടൊപ്പം മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്.